It's day 174 and today's question is, have you ever been depressed? What did it feel like? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡിപ്രഷൻ ഫേസിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? സോ മൈ ആൻസർ ഈസ് യെസ്. ഒരു 2 days ബാക്കും ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു, ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ. ആക്ച്വലി അതൊരു വല്ലാത്ത സ്റ്റേജ് ആണ്. ആൻഡ് അതിന്റെ ഇന്റൻസിറ്റി ഓരോ ആൾക്കാരുടെ സിറ്റുവേഷനും അവർ ഗോ ത്രൂ ചെയ്യണ ആ ഒരു സമയം ആൻഡ് ഓൾസോ അവരുടെ മെന്റൽ പവർ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആ ഡിപ്രഷന്റെ ഇന്റൻസിറ്റി. സോ എന്നെ സംബന്ധിച്ച് ഞാനത് പുറത്തേക്ക് കാണിക്കാതെ എനിക്കത് കാണിക്കുന്നത് ഭയങ്കര കുറച്ചിലായിരുന്നു. എനിക്ക് എൻ്റെ ആ വിയേർഡ്നെസ് പുറത്തേക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലാത്ത ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. സോ അത് ഞാൻ ഉള്ളിലാണ് കൊണ്ടു നടന്നിരുന്നത്. ഓൺലി ഫ്യൂ പീപ്പിൾ, അതും ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ടൈമാണ്. സോ എൻ്റെ റൂംമേറ്റ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ ഡിപ്രഷൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളൂ. ഹൗ ഐ വാസ് ലൈക്ക്, നമുക്ക് ജീവിക്കാനേ തോന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉറങ്ങാനാ തോന്നുക. കാരണം ആ ഉറക്കത്തിലായിരിക്കും നമ്മൾ ആ റിയാലിറ്റിന്ന് ഒന്ന് കട്ട് ഓഫ് ആയിട്ട് ഫുള്ളായിട്ട് കിടന്നുറങ്ങുക. ചില സമയത്ത് ഉറങ്ങാനും പറ്റില്ല, ഉറങ്ങാൻ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ ആ ഉറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ റിയാലിറ്റിന്ന് കട്ട് ഓഫ് ആവണ കാരണം സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ബട്ട് വീണ്ടും ആ ഉറക്കത്തിൽ നിന്ന് തിരിച്ചെണീക്കുമ്പോ അയ്യോ ഞാൻ ആ സിറ്റുവേഷൻ ഇനിയും ഫേസ് ചെയ്യണ്ടേ, അയ്യോ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റോ, എനിക്ക് പറ്റില്ല, അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് വരും. നമ്മൾ കേട്ടിട്ടില്ലേ ഈ നെഞ്ചിൽ കല്ല് കെട്ടി വെച്ച അവസ്ഥ എന്നൊക്കെ? അത് ശരിക്കും ഉള്ള ഒരു ഫീലിംഗ് ആണ്. അത്രയും ഹാർഡായിട്ട് ഭയങ്കര ഒരു ചെസ്റ്റിനൊക്കെ ഭയങ്കര ഭാരം പോലെ തോന്നും. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു പെയിനും മരവിച്ച ഒരു അവസ്ഥ അങ്ങനെയായിരിക്കും. കരഞ്ഞ് തളരണ കാരണം ഉറങ്ങാൻ ഈസി ആയിരിക്കും സംടൈംസ്. ബിക്കോസ് ആ കരഞ്ഞ് ടയേർഡായിട്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. എന്നെ സംബന്ധിച്ച് എനിക്ക് മെമ്മറി ലോസ് ആയ പോലെ എനിക്ക് കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ചിലവർ പറയുമ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈവൻ ചെറിയ ചെറിയ ഫണ്ണുകളായിരിക്കാം, അതുപോലും നമ്മുടെ മൈൻഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റാതെ മെമ്മറി ലോസ് ആയി പോണ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സെൽഫ് ഹാം ചെയ്യുക, ഇത് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വേറെ ഒന്നല്ല, നമ്മുടെ മെന്റൽ പെയിൻ താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ ഫിസിക്കലി ഉള്ള പെയിനിലേക്ക് ആ പെയിൻ്റെ ഫോക്കസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ഹാം ചെയ്യണ ഒരു അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ വളരെ ഒരു വൃത്തിയിട്ട സിറ്റുവേഷൻ ആണ് അത്, ആർക്കും വരാണ്ടിരിക്കട്ടെ. ബട്ട് വൺസ് വി ഓവർകം ഫ്രം ദാറ്റ്, അതിൽ നിന്ന് ഓവർകം ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതിന്റെ കൂടെ എനിക്ക് മനസ്സിലായി കേട്ടോ. അതാണ് എൻ്റെ ലൈഫ്, ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എൻ്റെ ലൈഫിൽ വന്നു അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്തപ്പോ. അതും ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചപ്പോഴാണ് ആ ഒരു ഇത് എനിക്ക് മനസ്സിലായത്. പിന്നീടുള്ള ഒരു 2 years ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തു. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്ക് പ്രോസസ്സ് ചെയ്യാനും ഞാൻ കുറെ പഠിച്ച കാര്യങ്ങളും എൻ്റെ ഫോൾട്ട്സും ഞാൻ എന്തൊക്കെ ചെയ്തില്ല, എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളതും ഒക്കെ അനലൈസ് ചെയ്ത് ഒരു സ്ട്രക്ചർ എനിക്ക് കിട്ടിയത്. ആൻഡ് നൗ ഐ ആം ഓക്കെ വിത്ത് എവറിത്തിങ്. പക്ഷെ ചില ടൈമിൽ ഈ പറഞ്ഞ പോലെ ചില വാക്കുകള് അല്ലെങ്കിൽ ചില കാര്യങ്ങള്, ചില സ്ഥലങ്ങള് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ആ പഴയ ഇമോഷണൽ ട്രോമ ട്രിഗർ ആവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് മാനേജബിൾ ആയിരുന്നു. ഇപ്പൊ ഞാനത് മാനേജ് ചെയ്യാൻ പഠിച്ചു. മുന്നേ വരെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല, പൊട്ടിത്തെറിക്കായിരുന്നു പെട്ടെന്ന്. സ്റ്റിൽ ഐ എം ലേണിംഗ്, ബട്ട് ഐ എം ഓക്കെ. ഞാൻ ഇപ്പോ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ഫുള്ളായിട്ടല്ല, ഇനിയും മനസ്സിലാക്കാണ്ട്. പക്ഷെ എന്നെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുന്നത് കാരണം ഐ എം ഏബിൾ ടു മാനേജ് മൈ സെൽഫ്. സോ അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് എന്നെ സംബന്ധിച്ച്. സോ ദാറ്റ്സ് മൈ ആൻസർ. വളരെ മോശം അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് ആരെങ്കിലും അത് ഡിപ്രഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും പുച്ഛിക്കരുത്. ബിക്കോസ് ചിലർ ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടാവും, പക്ഷെ അവരത് ഉള്ളിൽ എത്രത്തോളം പെയിൻ വെച്ചിട്ടാ ചിരിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ അവര് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു മാസ്ക് ആയിരിക്കും അത്. സോ റെസ്പെക്ട് എവറി വൺ, അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് മൈ ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഇതേപോലെ ഡിപ്രഷൻ ഫേസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ.